ഏഴാം ക്ലാസ്സിലെ ഓണപരീക്ഷയ്ക്ക് മാത്സിന് ചോദിക്കുന്ന ഏറ്റവും ഇമ്പോർട്ടന്റ് ഉള്ള ക്വസ്റ്റ്യൻ ആണ് മക്കളെ. ഇത് നാളെ നിങ്ങൾക്ക് എഴുതാൻ പോകുന്ന ക്വസ്റ്റ്യൻ പേപ്പറിൽ കണ്ടിരിക്കും. സോ എന്താണ് പഠിക്കേണ്ടത് മക്കളെ? ശ്രദ്ധിച്ചോടാ. Z എന്ന് പറയുന്നത് മാത്രം പഠിക്കുക. എന്താണ് സാർ പറഞ്ഞത്? Z. ഈ Z എന്ന് പറഞ്ഞാൽ എന്താ? ഈ ലൈനും എന്താ മക്കളെ? പാരലൽ ആണ്. അതാണ് Z. അപ്പൊ Z എന്ന് പറയുന്ന ഒരു സാധനം, ഇപ്പൊ Z നമ്മൾ ഇംഗ്ലീഷ് ലെറ്റർ Z ഈ ഒരു മടക്ക് 45 ഡിഗ്രി ആടാ. അതേ തന്നെ ആയിരിക്കും എന്ത് മക്കൾ? അതേ മടക്കിൽ എന്തായിരിക്കും? 45 ഡിഗ്രി ആവും. എപ്പോ ഈ രണ്ട് ലൈനുകൾ പാരലൽ ആവുക എന്നുള്ളത് നിങ്ങൾ എക്സാമിന് ഇങ്ങനെ പഠിച്ചു വെക്കുക. ഷുവർ ആയിട്ട് നിങ്ങൾക്ക് മാർക്ക് കിട്ടും. Z എന്ന് പഠിക്കുക. Z ഒരു മടക്കിൽ എന്താണോ ആംഗിൾ നോക്കുക, 45 ആണെങ്കിൽ 45 ആവും. അതേപോലെ തന്നെ ഈ Z ഇങ്ങനെ തലതിരിച്ചിട്ടാൽ എന്താ? ഇങ്ങനെ ഇട്ടാൽ എന്താവുക? N ആവും. ഇതേപോലെ എന്നിന്റെ കോൺസെപ്റ്റ് നിങ്ങൾ നോക്ക്. N ഈ ആംഗിൾ 40 ഡിഗ്രി ആണല്ലോ. അങ്ങനെയാണെങ്കിൽ ഈ ആംഗിൾ എന്തായിരിക്കും? എക്സാമിന് ചോദിക്കും. നിങ്ങൾ എഴുതിക്കോളണം എന്താണ്? ഈ ആംഗിളും 40 ഡിഗ്രി ആണ്. ഓക്കേടാ. അങ്ങനെയാണെങ്കിൽ എക്സാമിന് ചോദിക്കാൻ പോകുന്ന ആദ്യത്തെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ക്വസ്റ്റ്യൻ ആണ്. ഇതുപോലെ നിങ്ങൾക്ക് M എന്ന് പറഞ്ഞൊരു സാധനം തരും. M ആകുമ്പോൾ സ്വാഭാവികമായിട്ടും ഇതേപോലെ രണ്ട് മടക്കുണ്ടല്ലോ. ആ രണ്ട് മടക്കിലും ഇതേപോലെ ആംഗിളുകൾ തന്നിട്ടുണ്ടാവും. രണ്ട് ആംഗിളുകൾ തന്നിട്ടുണ്ടാവും. അതിന് നമ്മളോട് ചോദിക്കും ആ എമ്മിന്റെ ഈ ഭാഗത്തെ ആംഗിൾ എന്താണെന്ന് ചോദിക്കും. സ്ഥിരമായിട്ട് ചോദിക്കുന്ന ഒരു ക്വസ്റ്റ്യൻ ആണ്. സോ അത് കാണാൻ വേണ്ടി നിങ്ങൾ എന്ത് ചെയ്താൽ മതി? ഇതിന് നേരെ എന്ത് ചെയ്യുക? എല്ലാ മക്കളും എന്ത് ചെയ്യാതാ? ഇതിന് നേരെ ഒരു പാരലൽ ആയിട്ട് ഒരു ലൈൻ ഇങ്ങനെ വരച്ചു കൊടുക്കുക. എല്ലാ മക്കളും ഒന്ന് ലൈൻ നോക്കിയേ. എല്ലാവരും എന്ത് ചെയ്യുക? പാരലൽ ആയിട്ട് എന്ത് ചെയ്യുക? ഇങ്ങനെ ഒരു ലൈനായിട്ട് വരച്ചു കൊടുക്കുക. എല്ലാവരും ലൈൻ വരച്ചു കൊടുക്കാം. അപ്പൊ സ്വാഭാവികമായിട്ടും ഇത് എന്താവും? രണ്ട് ഭാഗങ്ങളായിട്ട് കട്ടാവും. രണ്ട് ഭാഗങ്ങളായതാ. ഇത് ഒരു ഭാഗം, ഇത് വേറൊരു ഭാഗം. രണ്ട് ആംഗിളുകളായിട്ട് കട്ടാവും. നമ്മൾ തൊട്ട് മുന്നേ പഠിച്ച അതേ സെയിം പ്രോപ്പർട്ടി നമ്മൾ അപ്ലൈ ചെയ്യാം. നോക്കിയതാ Z ആയി അല്ലെ? നോക്കണ്ട. Z അല്ലെങ്കിൽ N ആയി. അപ്പൊ എന്നിലെ ഒരു മടക്കിൽ എന്താണോ ആംഗിൾ ഉണ്ടായിരുന്നത് അതേ മടക്കിലെ ആംഗിൾ തന്നെ ആയിരിക്കൂലേ? കാരണം ഈ രണ്ട് ലൈനുകൾ പാരലൽ. നമ്മൾ കറക്റ്റ് ഒരു പെർപെൻഡിക്കുലർ ലെമ്പാണ് നമ്മൾ വരച്ചിട്ടുള്ളത്. അപ്പൊ ഈ ലൈൻ എന്താണോ ഈ ആംഗിൾ എന്താണോ ഈ ആംഗിൾ സെയിം ആയിരിക്കും. അപ്പൊ ഈ ആംഗിൾ നമുക്ക് എത്ര പറയാം മക്കളെ? ഈ ആംഗിൾ നമ്മൾ പറയുമ്പോടാ എത്രയാണ്? 30 ഡിഗ്രി ആണ്. ഇതേപോലെ തന്നെ നിങ്ങൾ കണ്ടാണ്. ഇതേപോലെ ഈ മടക്കിൽ 20 ഡിഗ്രി ആണെങ്കിൽ എന്തായിരിക്കും? ഈ മടക്കിൽ എന്തായിരിക്കും ആംഗിൾ? പറ. 20 ഡിഗ്രി ആയിരിക്കും. ഈ ആംഗിളും എന്തായിരിക്കും? 20 ഡിഗ്രി. അപ്പൊ ടോട്ടൽ നമ്മളോട് ഈ ആംഗിൾ എത്രയാണെന്നാ ക്വസ്റ്റ്യൻ. ഈ ടോട്ടൽ ആംഗിൾ എത്രയാന്നാ? ഈ ടോട്ടൽ ആംഗിൾ എന്ന് പറഞ്ഞാൽ എത്രടാ? 30 ഡിഗ്രി പ്ലസ് എന്താ കൂടെ മക്കളെ? പറ. മൊത്തം ആംഗിൾ എന്താണ്? 30 ഡിഗ്രി പ്ലസ് 20 ഡിഗ്രി സമം എത്രയാവും? 50 ഡിഗ്രി ആവും. എക്സാമിന് ഷുവർ ആയിട്ടും പ്രതീക്ഷിച്ചോ. ഇതേപോലെ തന്നെ ഏറ്റവും ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു ക്വസ്റ്റ്യൻ ആണ് ഇത് സ്ഥിരമായിട്ട് ഏഴാം ക്ലാസ്സിൽ ഓണപരീക്ഷയ്ക്ക് ചോദിക്കുന്ന ഒരു ക്വസ്റ്റ്യൻ ആണ്. പഠിച്ചോ. ഒരു പാരലോഗ്രാം തരും. നമുക്ക് എന്ത് ചെയ്യൂടാ? ഒരു പാരലോഗ്രാം തന്നിട്ടുണ്ട് അല്ലെ? ഒരു നോർമലി ഒരു പാരലോഗ്രാം തരും. പാരലോഗ്രാം ആണെന്ന് പറഞ്ഞാൽ പാരലോഗ്രാമിന്റെ കുറച്ച് സവിശേഷത നമുക്ക് അറിഞ്ഞാൽ മാത്രം മതി. പാരലോഗ്രാമിന്റെ ഒരു സവിശേഷത എന്താ? ഓപ്പോസിറ്റ് സൈഡിൽ പാരലൽ ഉള്ളതിനെയാണ് നമ്മൾ എന്ത് വിളിക്കുന്നത്? പാരലോഗ്രാം എന്ന് വിളിക്കുന്നത്. സോ പാരലോഗ്രാമിലെ ഓപ്പോസിറ്റ് ആംഗിളുകൾ ഈക്വൽ ആയിരിക്കും. ഇവിടെ 55 ഡിഗ്രി ആണെങ്കിൽ ഇതും എന്തായിരിക്കും? 55 ഡിഗ്രി ആണ്. അപ്പൊ അത് കാണാൻ വലിയ പ്രയാസമില്ല. പക്ഷെ സാറേ ഈ ആംഗിളും എങ്ങനെ കാണും? ഈ ആംഗിൾ കിട്ടിയാൽ പിന്നെ ഈ ആംഗിൾ കിട്ടും. ഈ ആംഗിൾ 55 ആയതുകൊണ്ട് നമുക്ക് ഉറപ്പിച്ച് പറയാം ഓപ്പോസിറ്റ് സൈഡ് എന്താടാ? ഓപ്പോസിറ്റ് പാരലലോഗ്രാം ആണെന്ന് ക്വസ്റ്റ്യൻ പറഞ്ഞിട്ട് നോക്കാം. പാരലലോഗ്രാം ആണോ? ബാക്കിയുള്ള ആംഗിളുകൾ കണക്കാക്കാൻ വേണ്ടി പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഇവിടെ 55 ആണെങ്കിൽ ഒരു കോർണർ 55 ആണെങ്കിൽ ആ കോർണർ 55 ആയിരിക്കും. പിന്നെ പാരലോഗ്രാമിൽ ഏറ്റവും ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള എന്താ വെച്ചാൽ അഡ്ജസന്റ് ആംഗിളുകൾ എന്തായിരിക്കും? 180 ഡിഗ്രി ആയിരിക്കും. അഡ്ജസന്റ് ആംഗിളുകൾ സമ്മ് ചെയ്താൽ 180 ഡിഗ്രി ആയിരിക്കും. സാറേ നമുക്ക് ഇതിനെ അറിയില്ല. ഇത് X ഡിഗ്രി ആയിരിക്കട്ടെ. അപ്പൊ സ്വാഭാവികമായിട്ടും 55 ഡിഗ്രീനെ X ഡിഗ്രിയും തമ്മിൽ കൂട്ടിയാൽ എപ്പോഴും എന്താ കിട്ടുക? 180 ഡിഗ്രിയാ കിട്ടാം. അപ്പൊ നമുക്ക് വേണ്ടത് ആ X ഡിഗ്രി വേണമെങ്കിൽ എന്ത് ചെയ്താൽ മതി? വളരെ സിമ്പിൾ. 180 നിന്നും എന്ത് ചെയ്താൽ മതി? 55 ഡിഗ്രീനെ സബ്ട്രാക്ട് ചെയ്താൽ മതി. നമുക്ക് ആൻസർ എത്ര കിട്ടും മക്കളെ? 125 ഡിഗ്രി നമുക്ക് കിട്ടും. X ഡിഗ്രി 125 കിട്ടും. സോ ഇത് 125 കിട്ടിക്കഴിഞ്ഞാൽ പിന്നെ പ്രശ്നമില്ല. ഇത് ഓൾറെഡി 125 ആണെങ്കിൽ പിന്നെ ഈ ആംഗിളും എന്ത് തന്നെയാണ് കിട്ടുക? 125 ഡിഗ്രിയാണ് കിട്ടുക. ഇത് മനസ്സിലായോ നിങ്ങൾക്ക്? ഇത് മനസ്സിലായെങ്കിൽ സാർക്ക് നിങ്ങൾ എന്ത് ചെയ്യുക? ഒരു ലൈക്ക് ചെയ്യുക. മാക്സിമം നിങ്ങളുടെ ഫ്രണ്ട്സ് സുഹൃത്തിലോട്ട് എന്ത് ചെയ്യുക? ഷെയർ ചെയ്ത് കൊടുക്കുക. നമ്മുടെ ഏഴാം ക്ലാസ്സിന്റെ ഫ്യൂച്ചറിന്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തില്ലെങ്കിൽ മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്യുക. ഓക്കെ മക്കളെ, അടിപൊളി എക്സാം എഴുതിക്കോ.